ഇന്നും ഗസയിൽ നടക്കുന്ന സംഭവങ്ങളുടെ തന്നെ ആയിരുന്നു അന്നും എഴുതിയിരുന്നത്. ഇപ്പോൾ കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ള എഴുത്തുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഭീകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. ഇടതുപക്ഷമൊക്കെ പറയുമ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹം നമ്മുടേത്. മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യകാരന്മാരോടുള്ള ഒരു ജനങ്ങളുടെ മനോഭാവത്തിലും അവരോടുള്ള ഇഷ്ടത്തിലും ഒക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് വളരെ മുമ്പ് തന്നെ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥലമാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് എഴുത്തുകാരനും പത്രപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള PK പാറക്കടവ് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായി സാറിൻ്റെ എഴുത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. എഴുത്തുകാരൻ. ഒരു ദിവസം സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങിയതുപോലെ ഞാൻ വീട് വിട്ടിറങ്ങി. തൊടിയിലെ ഒരു മൂലയിൽ വൃക്ഷങ്ങൾക്കിടയിൽ പോയി നിന്നു. മഞ്ഞും മഴയും വെയിലും മാറി മാറി വന്നു. ഭൂമിക്കടിയിൽ എൻ്റെ വേരുകൾ പടർന്നു. ശിഖരങ്ങൾ പോലെ എൻ്റെ കരങ്ങൾ ആകാശത്തേക്ക് നീണ്ടു. പിന്നെ എന്നിൽ കഥകൾ കയക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ എഴുത്തുകാരനായത്. നമ്മളിപ്പോൾ ഈ കഥയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഈ വീട് വിട്ടിറങ്ങുക, അതേപോലെ സാറ് എഴുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീട് വിട്ടിറങ്ങുക, അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എഴുത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങിയിട്ടില്ല. ബഷീറിനെ പോലെ വീട് വിട്ടിറങ്ങിയിട്ടില്ല. ബഷീർ വലിയ എഴുത്തുകാരനാണ്. വീട് വിട്ടിറങ്ങി ഈ ഇന്ത്യ ഭൂഖണ്ഡം മുഴുവൻ സഞ്ചരിച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള. അതുപോലെ വീട് വിട്ടിറങ്ങി ഈ ഒരു അനുഭവം എനിക്കില്ല. പക്ഷേ എഴുത്തിൻ്റെ വേറെ കുറേ അനുഭവങ്ങളുണ്ട്. ഈ ആദ്യ കഥ ഉണ്ടായപ്പോൾ ആദ്യ കഥയുടെ ആദ്യാനുഭവം തന്നെ അത്ര നല്ലൊരു അനുഭവമായിരുന്നില്ല. സാറിൻ്റെ ഗ്രാമത്തെക്കുറിച്ച് എഴുതിയ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. പിന്നെ ആ ഒരു കാലവും വ്യത്യാസമായിരുന്നു. ബഷീർ എഴുതി തുടങ്ങിയ ഒരു കാലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായൊരു കാലത്താണ് നമ്മളൊക്കെ എഴുതി തുടങ്ങുന്നത്. മനുഷ്യർ പല കാര്യങ്ങളിലും വലുത് വലുത് എന്നുള്ള ഒരു ചിന്തയുള്ള ആൾക്കാരാണ്. എല്ലാത്തിനും വലിയ കാറ്, വലിയ വീട്, അങ്ങനത്തെ പല ചിന്തകളാണ് മനുഷ്യർക്ക്. എന്നാൽ അതിൽ നിന്ന് സാഹിത്യരംഗത്ത് ഒരു ചെറിയ ചെറിയ കഥകൾ സമ്മാനിക്കുക, അതിനുള്ളൊരു ഊർജം എവിടെ നിന്നായിരുന്നു സാർ? ഞാൻ സാധാരണ പറയുന്ന ഒന്ന്, ഞാൻ എഴുതുന്ന വളരെ ചെറിയ കഥകളാണ്. രാസവളം ചേർക്കാത്തതുകൊണ്ടാണ് എൻ്റെ കഥകൾ ഇങ്ങനെ ചെറുതായി പോകുന്നത് ഞാൻ പറയും. പിന്നെ മലയാളിയുടെ ഒരു ശീലം വലിയ വീട്, വലിയ കാറ്, വലിയ ആള് എന്നുള്ളൊരു സങ്കല്പമാണ്. നമ്മളങ്ങനെയാണ്. അതേസമയം ചെറുതിൻ്റെ ഒരു കരുത്തും വലിപ്പവും നമ്മൾ വീണ്ടും തിരിച്ചറിയണം. അമേരിക്കയിൽ ലിഡിയ ഡേവിസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട്. ഈ ഒരു വർഷങ്ങൾക്ക് മുമ്പ് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിരുന്നവർക്ക്, ഇപ്പോഴും ഉണ്ട്, പ്രായമായി. അവർ ചെറുതിൽ ചെറുതായ കഥകൾക്കാണ് അവർക്ക് ഈ മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത്. ഈ ഒരു പാരഗ്രാഫ്, ഒരു വരി, ഇതൊക്കെയാണ് അവരുടെ കഥകൾ ഉണ്ടാവുക. അങ്ങനെ ഫ്ലാഷ് ഫിക്ഷൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ഇങ്ങനെ ചെറിയ കഥകളുടെ ഒരു വലിയ നിരയുണ്ട്. ഈ യസുനാരി കവബാത്ത, ജപ്പാനീസ് എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ പാം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കഥകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ വലിയ പുസ്തകങ്ങളും ഇതിഹാസമാനമുള്ള കൃതികളും നമ്മൾക്കുണ്ട്. അതത്ര മോശമല്ല. തീർച്ചയായും നമ്മൾ വായിച്ചിരിക്കേണ്ട, നമ്മളെ മാറ്റിമറിക്കുന്ന പാവങ്ങളെ പോലുള്ള വലിയ കൃതികളുണ്ട്. അതോടൊപ്പം തന്നെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീ വളരെ ചെറുതാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഈ നോബൽ പ്രൈസ് കിട്ടിയ വളരെ ചെറിയ പുസ്തകമാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങളും ഉണ്ട്. അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. ഈ ചെറുത് വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾക്ക് ഇത്തിരി വരികളിലൂടെ കുറേ കൂടി കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നാവുക. കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സാഹിത്യ രൂപമാണ്. കാരണം തിരക്ക് പിടിച്ച ലോകത്ത് യങ്സ്റ്റേഴ്സ് ക്യാമ്പസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് ഈ ചെറിയ രചനകളാണ്. പിന്നെ ഈ ടെക്നോളജി ഇങ്ങനെ വളർന്നൊരു കാലത്ത് നമ്മൾക്ക് ഈ ചെറിയ രചനകൾ ഈ അച്ചടി മാധ്യമങ്ങളുടെ പോലും സഹായമില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു സാധ്യത കൂടി ഇതിനുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഒരു കാലത്ത്. ഇതിൻ്റെ ഈ ചെറിയ കഥകൾക്കൊപ്പമാണെങ്കിലും സാറ് ചേർത്ത് വെക്കുന്ന ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. പല കഥകളിലും അത് നമുക്കിങ്ങനെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാനും പറ്റലുണ്ട്.
അപ്പോൾ അവിടെ സാറിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലത്ത് എഴുത്തുകാർ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. പല ആളുകളും പിന്നെ പല എഴുത്തുകാരും പല ജേർണലിസ്റ്റുകളാണെങ്കിലും ഒക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഈ ഒരു ഇന്ത്യയെ എങ്ങനെ സാർ വീക്ഷിക്കുന്നു? ഞാൻ സാറിന് പറയാറുണ്ട്, ഐ എം എ പൊളിറ്റിക്കൽ റൈറ്റർ. ഞാനൊരു രാഷ്ട്രീയ എഴുത്തുകാരൻ കൂടിയാണ്. അത് പറയുമ്പോഴേ ഈ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ രാഷ്ട്രീയമുണ്ട്. ഇന്ത്യൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ അവസ്ഥയിൽ അതിനെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ ഒരു എഴുത്തുകാരനും, മനസാക്ഷിയുള്ള ഒരു എഴുത്തുകാരനും അഭിസംബോധന ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഭീകരാക്രമണം 1948 ജനുവരി 30 ഗാന്ധിജിയുടെ വധമായിരുന്നു. ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഭീകരവാദിയുടെ പേര് നാഥുറാം ഗോഡ്സെ എന്നാണ്. ആ ഗാന്ധിജിയെ വിസ്മരിക്കപ്പെടുകയും നാഥുറാം ഗോഡ്സെയുടെ പ്രത്യയശാസ്ത്രത്തിന് മേൽക്കോയ്മ കിട്ടുകയും ചെയ്യുന്ന ഒരു ഇന്ത്യയിൽ പലപ്പോഴും എഴുത്തുകാർ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കൽബുർഗി മുതൽ ഗൗരി ലങ്കേഷ് വരെയുള്ള എഴുത്തുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പുസ്തകങ്ങൾക്ക് നിരോധനം വരുന്നുണ്ട്. പിന്നെ ഏത് പുസ്തകം വായിക്കണം, ഏത് സിനിമ കാണണം, എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ ഭരണകൂടം വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക്, ഫാഷിസത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഒരു എഴുത്തുകാരന് നിശബ്ദമായി നോക്കി നിൽക്കാൻ കഴിയില്ല. അവിടെ എഴുത്തുകാരൻ്റെ മൗനം മരണമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ കഥകളിൽ ഇത്തരം ഈ ഫാഷിസത്തിനെതിരായിട്ടുള്ള ഒരുപാട് ഈ കഥകൾ എൻ്റെ കഥകളിലുണ്ട്. ഈ കഥകളിലേക്ക് വരുമ്പോൾ ചെറിയ കഥ പറയുമ്പോൾ ഒരു കഥാപാത്ര നിർമ്മിതി അതവിടെ സാധ്യമാണെങ്കിൽ കുറച്ചും കൂടെ പിന്നെ സ്വഭാവ വിശേഷണങ്ങളൊക്കെ ഈ ആൻറ്റഗോണിസ്റ്റിനും പ്രൊട്ടഗോണിസ്റ്റിനൊക്കെ ചേർത്തി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഒരു വെല്ലുവിളി നേരിടാറുണ്ടോ? അങ്ങനെ എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പിന്നെ കാരണം ഈ ഞാൻ സാധാരണ പറയുന്ന ഒന്ന്, അവനും അവളും ചേർന്നാൽ ഈ ലോകമായി എന്നുള്ളതാണ്. ഇപ്പോഴും വേണമെങ്കിൽ അവനും അവളും ചേർന്നാൽ മാത്രം പോരാ, ഈ ട്രാൻസ്ജെൻഡർ കൂടി നമുക്ക് ഉൾപ്പെടുത്താം. അങ്ങനെയുള്ളൊരു ലോകത്ത് കഥാപാത്രങ്ങൾ ചിലപ്പോഴും പേരുണ്ടാകണമെന്നില്ല. പക്ഷെ എൻ്റെ ചില കഥാപാത്രങ്ങൾക്ക് പേരുണ്ട്. ശങ്കരൻ വീണ്ടും തെങ്ങിന്മേൽ കയറി, 2 പെപ്സി, 3 സെവനപ്പ്, ഒരു കൊക്കോക്കോള ഇത്രയും താഴേക്ക് എറിഞ്ഞു. അവിടെ ശങ്കരൻ എന്ന് പറയുന്നത് ആദിശങ്കരൻ മുതൽ EMS ശങ്കരൻ നമ്പൂതിരിപ്പാട് വരെയുള്ളതാകാം. നമ്മൾ സീത എന്ന് പറയുന്ന ഒരു പേര് ഉച്ചരിക്കുമ്പോൾ ഒരു വലിയ മാനം അതിന് വരുന്നുണ്ട് ഒറ്റ പേരിൽ തന്നെ. അത് നമ്മൾ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ അങ്ങനെയുള്ള പേരുകൾ ചിലപ്പോഴും കഥാപാത്രമായിട്ട് വരുന്നത്. ഗാന്ധിജി കഥാപാത്രമായ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ് എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അത് ഇന്നത്തെ ഇന്ത്യക്കും യോജിച്ച തരത്തിലുള്ള ഒരു കഥയാണ്. അല്ലാത്ത കഥകളിൽ അവനും അവളും മാത്രമാണ് അധിക കഥകളുള്ളത്. അത് എനിക്ക് തോന്നുന്നത് അതിന് അത്ര മതി എന്നുള്ളതാണ്. ആ കഥയ്ക്ക് ആവശ്യമായി അത്രയും വരികളും അത്രയും കഥാപാത്രങ്ങളും മതി. അതേപോലെ തന്നെ ഈ ഇടിമിന്നലുകളുടെ പ്രണയം എന്നൊക്കെ പറയുന്ന പുസ്തകം വരുമ്പോൾ അതിലൊരു ചിതറിയ ഭാഷയാണ് എന്ന് പറയുന്നുണ്ട്. അത്തരത്തിലൊരു പുതിയൊരു തലത്തിൽ ഒരു പലസ്തീനെ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒരു ചിതറിയ സ്ഥലമാണ്. അപ്പോൾ അതിലേക്കൊരു ചിതറിയ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളൊരു ഘടനാപരമായിട്ടുള്ളൊരു മാറ്റം. അതിന് ഘടനാപരമായിട്ട് പൊതുവേ ഞാൻ എഴുതുന്ന നോവലും വ്യത്യസ്തമായിരിക്കണമെന്ന് എനിക്ക് ഒന്നുണ്ടായിരുന്നു. ഈ ചെറിയ കഥ പോലെ എന്തുകൊണ്ട് നമ്മൾക്ക് വ്യത്യസ്തമായ ചെറിയ നോവലുകൾ എഴുതിക്കൂടാ എന്നുള്ളതിൻ്റെ ആദ്യ പരീക്ഷണം ഇടിമിന്നലുടെ പ്രണയത്തിന് മുമ്പ് മീസാങ്കല്ലുകളുടെ കാവൽ എന്ന് പറഞ്ഞൊന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ തന്നെ ഞാനത് പരീക്ഷിച്ചതാണ്. അത് വിജയിക്കുകയും നന്നായി വായനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇടിമിന്നലുടെ പ്രണയത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് ഈ പലസ്തീനികളുടെ ജീവിതവും പിന്നെ കവിതയും പൊളിറ്റിക്സൊക്കെ വരുമ്പോൾ ഈ ഒരു രൂപമാണ് കുറേ കൂടി വായനക്കാരെ ആകർഷിക്കുക. ആ ചിതറിത്തെറിക്കുന്ന തരത്തിലുള്ള ഓരോ അധ്യായവും അതിന് ഓരോ കഥയായിട്ട് നമ്മൾക്ക് വായിക്കാം. യഥാർത്ഥത്തിൽ 2016 എഴുതിയ ഒരു നോവലാണ് ഇടിമിന്നലുകളുടെ പ്രണയം. പക്ഷേ ഇന്നും ഗസയിൽ നടക്കുന്ന സംഭവങ്ങളുടെ തന്നെ ആയിരുന്നു അന്നും എഴുതിയിരുന്നത്. കാരണം ഇന്ന് ഒരു ഒക്ടോബർ 7 ശേഷം മാത്രം സംഭവിച്ച ഒന്നല്ല ഈ ഫലസ്തീനിലെ ഈ ഗസക്ക് നേരെയുള്ള ഫലസ്തീനുകൾക്ക് നേരെയുള്ള ആക്രമണം. വളരെ മുമ്പേ നടന്ന, അതൊരു യുദ്ധം പോലുമല്ല, അതൊരു വംശഹത്യയാണ്. ഒരു ജനതയെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഒന്ന്.
പക്ഷെ അത് പ്രമേയമാക്കിയിട്ട് മലയാളത്തിൽ അധികം പേരൊന്നും എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ വന്നത് ഇടിമിന്നലുകളുടെ പ്രണയമായിരിക്കണം. ഇപ്പോൾ ഒന്ന് രണ്ട് കൂടി ഉണ്ടെങ്കിൽ പോലും ആദ്യം അത് മലയാളത്തിൽ, ഇപ്പോൾ മറ്റു ഒരുപാട് എങ്ങ് മനുഷ്യന് പ്രഹരം വീഴുവതൻ്റെ പുറത്താകുന്നു എന്നൊക്കെ കവി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫലസ്തീനിലെ ദുരന്തത്തെക്കുറിച്ച് നമ്മളത്ര വ്യാകുലരായിരുന്നില്ല. പിന്നെ ഫലസ്തീനി കവിതയും ഫലസ്തീനി സാഹിത്യമായിട്ട് എനിക്ക് കുറേ കൂടി ബന്ധമുണ്ട്. ഞാനത് കുറേ ഫലസ്തീനി കവിതകൾ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അറ, ജ്വാല, അവൾ എന്നൊക്കെ പറയുന്ന കൃതികൾ പലപ്പോഴും സ്ത്രീപക്ഷമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേരള സാഹചര്യത്തിൽ അവരെ ഈ സ്ത്രീകൾ കുറച്ചും കൂടെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം എന്ത് പറഞ്ഞാലും ഈ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ. കേരളത്തിൽ പോലും ഇത്രയേറെ ഈ പുരോഗമനവും ഇടതുപക്ഷമൊക്കെ പറയുമ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഇടങ്ങൾ കിട്ടുകയും അവർ കൂടുതൽ ഈ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യം. അതുവരെ സ്ത്രീകൾ മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ, ദളിതർ, കീഴാളർ, ഇവരൊക്കെ അവരോടൊക്കെയുള്ള ഒരു സൗഹൃദപൂർണമായ ഒരു ഇത് സ്വപ്നം കാണുന്നവനായിരിക്കണം എഴുത്തുകാരൻ. കോഴിക്കോടിനിപ്പോൾ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചു. സാറിൻ്റെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള പങ്ക് അതിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ തരത്തിലുള്ളൊരു മാറ്റം, ഇനി നമ്മൾ ഈ ഒരു പദവി നമ്മൾ നിലനിർത്തണമെങ്കിൽ ഇനി ഒരു വലിയ മാറ്റമൊക്കെ ഇവിടെ സാധ്യമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ എന്ത് മാറ്റമാണ് പുതിയ തലമുറയും പിന്നെ സാറിനെ പോലുള്ള എഴുത്തുകാരന്മാരും ഇവിടെ ചെയ്യാൻ? യുനെസ്കോ ഈ പദവി ലഭിക്കാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ മേയറും ഒരു ടീമും ഒക്കെ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ. യഥാർത്ഥത്തിൽ കോഴിക്കോട് എക്കാലവും ഒരു സാഹിത്യ നഗരം തന്നെയായിരുന്നു. ബഷീറുള്ള കോഴിക്കോട്, തിക്കോടിയനുള്ള കോഴിക്കോട്, അങ്ങനെയുള്ള ഒരു കോഴിക്കോടിന് എക്കാലവും ബാബുരാജിൻ്റെ സാഹിത്യത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു പാരമ്പര്യം, മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യകാരന്മാരോടുള്ള ഒരു ജനങ്ങളുടെ മനോഭാവത്തിലും അവരോടുള്ള ഇഷ്ടത്തിലും ഒക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് വളരെ മുമ്പ് തന്നെ സാഹിത്യത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സ്ഥലമാണ്. ഈ സാഹിത്യത്തിൻ്റെ നഗരമെന്ന് പറയുമ്പോൾ ഇതിന് വൈക്കം മുഹമ്മദ് ബഷീർ, ഇവിടെ ആകാശവാണിയിലുണ്ടായിരുന്ന ഉറൂബ്, പിന്നെ ഒരുപാട് പേര്, തിക്കോടിയൻ, NP മുഹമ്മദ്, K കൊടുങ്ങല്ലൂർ, അങ്ങനെയുള്ള ഒരുപാട് പേര് ഈയുടെ, പിന്നെ കക്കാട്, ഞാൻ പേര് പറയാൻ വിട്ടുപോയ ഒരുപാട് പേരുണ്ടാവും, SK പൊറ്റക്കാട്ട്, പിന്നെ വത്സല, ഇവരുടെയൊക്കെ പിന്നെ ഓർമ്മകൾ ഇവരുടെ ഒരു സുഗന്ധം കൂടി ഇത് പറയും പിന്നെ ഈ നഗരത്തിന് എൻ്റെ ഓർമ്മയിൽ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അവരുടെ ഒരു സംഭാവനകളൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഏറ്റവും കൂടുതൽ ഈ പ്രസാധകരുള്ള നഗരം, ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള നഗരം, ഏറ്റവും കൂടുതൽ സാഹിത്യ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പുസ്തക പ്രകാശനങ്ങൾക്ക് ആളുകൾ തടിച്ചുകൂടുന്ന ഇടം, അങ്ങനെയൊക്കെയുള്ള ഒരു ഇടമാണ് കോഴിക്കോട്. അത് പിന്നെ ഈ യുനെസ്കോ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ നേട്ടം തന്നെയാണ്. കാരണം കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു നഗരം ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്നത്. അത് തീർച്ചയായും അത് നിലനിർത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരുപാട് ചർച്ചകളും സാഹിത്യ സംവാദങ്ങളൊക്കെ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇതിനോട് തന്നെ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ തന്നെ ടെക്നോളജിയൊക്കെ ഒരുപാട് തരത്തിൽ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നോവലുകൾ മലയാളത്തിൽ സാധ്യമാവുന്നില്ല. അത് വളരെ ചുരുക്കം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഗ്രാഫിക്കൽ നോവലുകൾ ബാലരമയിലും ബാലഭൂമിയിലും ഒതുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം മലയാള സാഹിത്യത്തിനുണ്ട്. അതിലൊരു ഈ എഴുത്തുകാരന്മാർക്കൊരു പിന്തിരിപ്പൻ നയം അങ്ങനെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗ്രാഫിക് നോവലുകൾ കുറേ വന്നിട്ടുണ്ട് ഇവിടെ. കുറച്ച് അത്രയധികം ഇല്ലെങ്കിലും ഗ്രാഫിക് നോവലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നൃത്തം എന്ന് പറഞ്ഞിട്ട് മുകുന്ദൻ എഴുതിയത് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. പിന്നെ സേതുവിൻ്റെ ചില കഥകളുണ്ട്, സൈബർ ആ ഒരു ഇത് അന്വേഷിച്ചിട്ടുള്ള, അങ്ങനെ ഒരുപാട് പേരുടെ കഥകളും രചനകളും വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക് നോവലുകൾ, പിന്നെ പരീക്ഷണത്തിന് വേണ്ടിയുള്ള പരീക്ഷണത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാലം ആവശ്യപ്പെടുന്ന തരത്തിലുള്ള രൂപങ്ങൾ തനിയെ കൈവരും ഓട്ടോമാറ്റിക്കായിട്ട്. ഈ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ടെക്നോളജിയും രണ്ടും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഈ രചനകൾ ധാരാളം വരുന്നുണ്ട്.
പിന്നെ ഈ നിങ്ങൾ പറഞ്ഞ ഈ ഗ്രാഫിക് നോവലുകളും ഈ കുട്ടികൾക്കല്ലാതെയും മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഈ എനിക്കോർമ്മയുണ്ട്, ഞാനൊക്കെ മാധ്യമത്തിലുള്ള കാലത്ത് തന്നെ, വീക്കിലിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ വന്ന ഗ്രാഫിക് നോവലുകളുടെ ഓർമ്മയുണ്ട്. പക്ഷെ അത് പറഞ്ഞതുപോലെ ഇനിയും ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഈ സാഹിത്യരൂപം മറിഞ്ഞെന്ന് വരും. പക്ഷെ അതേസമയം ഒരു പരീക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം ആയിരിക്കുകയും ചെയ്യരുത്. എന്തായിരുന്നാലും സാഹിത്യം എന്ന് പറഞ്ഞാൽ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. സാറ് മാധ്യമപ്രവർത്തകനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു മാധ്യമ രംഗം എത്രത്തോളം, മാധ്യമ മേഖല എത്രത്തോളം അതിൻ്റെ ധർമ്മം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഞാനക്കാര്യത്തിൽ ഒരു വലിയ ഒരു പോസിറ്റീവ് ഇത് ചെയ്യുന്ന ആളല്ല. ഇതൊക്കെ ഞാൻ മാധ്യമപ്രവർത്തകനാണെങ്കിലും മാധ്യമപ്രവർത്തകരും വിചാരണ ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. കാരണം നമ്മളെ ചാനൽ ചർച്ചകൾ നോക്കിയാൽ ഏറെക്കുറെ ചർച്ചകളും ഈ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ ചർച്ച ചെയ്യേണ്ടത് തമസ്കരിക്കുന്ന കാണാം. എല്ലാ മാധ്യമങ്ങളും അല്ല, ഒരു 90% മാധ്യമങ്ങളും അങ്ങനെ തന്നെയാണ്. വളരെ ഇപ്പം ഭീകരൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോഴും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അത് ഒരു പൊതുബോധാക്കിയിട്ട് മാധ്യമങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള കഥകൾക്ക് പിന്നാലെ പോയി നിന്ന് ഒന്നുണ്ട് മാധ്യമങ്ങൾ. അതേസമയം തന്നെ ഇപ്പോഴും നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ വളരെ ദയനീയ. ഒരു UDFൻ്റെ പ്രതിനിധി, ഒരു LDFൻ്റെ പ്രതിനിധി, ഒരു സംഘപരിവാറിൻ്റെ പ്രതിനിധി, അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ളതല്ലാതെ മറ്റ് ഒരു കാര്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഒരു അപഗ്രഥനോ ഇതോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ കൂടെ ഇത്രയും നേരം സംവദിച്ച നമ്മുടെ PK പാറക്കടവ് സാറിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തിയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.